നമസ്കാരം. ഞാൻ 2-3 ഉദാഹരണങ്ങൾ പറയാം. ഉദാഹരണമല്ലാതെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന 2-3 സംഭവങ്ങളാണ്. ഒന്ന്, ബിഷപ്പ് ഫ്രാങ്കോ. എല്ലാവർക്കും അറിയാമല്ലോ ബിഷപ്പ് ഫ്രാങ്കോ. ഇയാൾ എവിടുത്തെ ബിഷപ്പായിരുന്നു എന്നറിയാമോ? കേരളത്തിലെ ബിഷപ്പായിരുന്നില്ല, അദ്ദേഹം പഞ്ചാബിലെ ജലന്ധറിലെ ബിഷപ്പായിരുന്നു. അയാളും കന്യാസ്ത്രീകളുമായിട്ടുള്ള പ്രശ്നമായിരുന്നല്ലോ. നമ്മളൊക്കെ ഈ എന്ത് കേസ് വന്നാലും ഇത്തരം കേസുകൾ വരുമ്പോഴൊക്കെ നമ്മൾ പീഡനം ആണ്, ബലാത്സംഗമാണ് എന്നങ്ങ് തെറ്റിദ്ധരിച്ചു കളയും. ഏറ്റവും കൂടുതൽ വ്യഭിചരിക്കപ്പെട്ടൊരു വാക്കാണ് പീഡനം എന്ന വാക്ക്. ഈ കേസ് കോടതിയിൽ വന്നു കഴിഞ്ഞപ്പം ഈ കേസിന് കോടതി വിധി എന്തായിരുന്നു എന്നറിയാമോ? അതായത് ശാരീരികമായിട്ട് ബന്ധപ്പെട്ട തെളിവുകളൊന്നുമില്ല. ഈ ആരോപണം ഉന്നയിച്ച കന്യാസ്ത്രീകൾ അവരുടെ മൊബൈൽ ഫോൺ കൊടുക്കാൻ തയ്യാറായില്ല തെളിവെടുപ്പിന് വേണ്ടിയിട്ട്. അവർ അതിനാൽ അത് പിടിച്ചു വാങ്ങാനും പോലീസിന് നിവൃത്തിയില്ലാതെ പോയി. പകരം ഈ ഫാദറിൻ്റെ അതായത് ബിഷപ്പിൻ്റെ വാങ്ങുകയും മറ്റുമൊക്കെ ചെയ്തു. അങ്ങനെ ഏറ്റവും ഒടുവിൽ കോടതിക്ക് മനസ്സിലായി ശാരീരിക ബന്ധം നടന്നിട്ടില്ല, അവിടെ ബലാത്സംഗവും അങ്ങനെയൊന്നുമില്ല. അപ്പോൾ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ കാനോൻ നിയമം അനുസരിച്ചാണെങ്കിൽ അവർ മതവിശ്വാസം അനുസരിച്ച് ചെയ്യാത്ത കാര്യങ്ങൾ അവർ ചെയ്തു. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആ വസ്ത്രം ഇട്ടുകൊണ്ട് ഈ പുരോഹിതൻ ചെയ്തു. അതായത് ഫോണിലൂടെ കുറച്ച് പഞ്ചാരി മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. മനുഷ്യനല്ലേ പുള്ളേ. ഈ ഫോണിലൂടെയുള്ള ഈ സംഗതി അവിടുത്തെ ഇസ്ലാമിസ്റ്റുകൾ ചോർത്തിയെടുത്തതിന് ശേഷം അവർ ഫ്രെയിം ചെയ്ത് ഉണ്ടാക്കിക്കൊണ്ട് വന്നൊരു കേസാണ് ഈ പീഡനവും മറ്റുമൊക്കെ. അതിൽ ഈ കന്യാസ്ത്രീകളും വീണ്ടും പോയി. യഥാർത്ഥത്തിൽ ഇവരെ ആരെങ്കിലും ഒരാളെ പീഡിപ്പിച്ചിരുന്നുവെങ്കിൽ അയാൾ ഇന്ന് ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു ജയിലിൽ കിടന്നേനെ. പകരം കോടതിക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഫോണിലൂടെ ഉള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ ശരിയാണോ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് അത് പിടിച്ച് അകത്തിനാനുള്ള കേസൊന്നുമല്ല. പക്ഷേ ഒരു പുരോഹിതൻ എന്ന നിലയിൽ കാനോൻ നിയമം അനുസരിച്ച് അയാൾ ചെയ്തത് ശരിയല്ല. അതുകൊണ്ടാണ് അയാളുടെ ലോഹ ഊരി വെപ്പിച്ചു. ഇപ്പോൾ അയാൾ ബിഷപ്പൊന്നുമല്ല. പക്ഷേ ഇയാൾ ഏത് വിഭാഗത്തിൻ്റെ ബിഷപ്പായിരുന്നു എന്നറിയാമോ? ഇയാൾ ലത്തീൻ വിഭാഗമാണ്. ഇയാൾ യഥാർത്ഥത്തിൽ സീറോ മലബാർ സഭയുടെ ആളായിരുന്നു. പക്ഷേ ഇയാളെ ലത്തീൻ ബിഷപ്പായിട്ട് നിയോഗിച്ചു. ഇയാളെ ജലന്ധറിലേക്ക് വിടുകയാണ്. എന്തുകൊണ്ട് ജലന്ധർ? പാകിസ്ഥാനോട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനമാണ് പഞ്ചാബ് എന്നറിയാമല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആ സ്ഥാനത്തേക്ക് നമ്മുടെ കേരളം വന്നുണ്ട്. അപ്പോൾ അവിടെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വലിയ മത്സരമാണ് മതം മാറ്റം. അപ്പോൾ ഇസ്ലാമിസ്റ്റുകൾക്ക് ഏറ്റവും വലിയ വെല്ലുവിളി, കണ്ണിലെ കരട് ഈ ലത്തീൻ സഭയായിരുന്നു അവിടുത്തെ. പ്രത്യേകിച്ചും ഇദ്ദേഹത്തിൻ്റെ കീഴിൽ നടന്ന മതപരിവർത്തനം. അങ്ങനെ ഇദ്ദേഹത്തിനെ ഒതുക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു കേസാണിത്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഈ വാട്സപ്പ് ചാറ്റും മറ്റുമൊക്കെ എടുത്തതിന് ശേഷം ഈ കന്യാസ്ത്രീകളെയൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനൊരു കേസുണ്ടാക്കി നാറ്റിച്ചു. ബാക്കി ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇവിടെ ആ സമരം നടക്കുമ്പോൾ ആ സമരപ്പന്തലിൽ വന്നിരുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കുക. മുൻ ഹൈക്കോടതി ജഡ്ജി അടക്കം, കമാൽ പാഷ അടക്കം ആ സമരപ്പന്തലിൽ വന്നു. പീസ് ഫൗണ്ടേഷൻ്റെ, അതായത് സാക്കീർ നായിക്കിൻ്റെ സ്കൂളുണ്ട് ഇവിടുത്തെ, ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല. ആ സ്കൂളിലെ കുട്ടികളെ, അവർ തട്ടമിട്ട കുട്ടികളാണ്, പക്ഷേ വെള്ള തട്ടമാണ്. അത് കണ്ടു കഴിഞ്ഞാൽ കന്യാസ്ത്രീകളാണെന്ന് തോന്നും. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെയൊക്കെ കൊണ്ട് നിരത്തിയിരുത്തി ഒരുപാട് തട്ടവിട്ട വേറെ താത്തമാർ അന്ന് തെരുവിലിറങ്ങി ബാനർ പിടിച്ചു. ഈ ബിഷപ്പിനെതിരെ വലിയ സമരമായിരുന്നു. അതായത് ഈ കന്യാസ്ത്രീകൾക്ക് പിന്തുണ കൊടുക്കുന്ന കന്യാസ്ത്രീകളുടെ അതേ മതക്കാരായിട്ടുള്ള ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ ആവേശത്തോടെ അന്ന് നിന്നത് ഇതുപോലുള്ള ഇസ്ലാമിസ്റ്റുകൾക്ക് മൗനമായിട്ട് പിന്തുണയ്ക്കുന്ന ടീമാണ്. അതിൽ MM അക്ബറിൻ്റെ, അതായത് ഈ സാക്കീർ നായിക്കിൻ്റെ പീസ് ഫൗണ്ടേഷൻ്റെ ഇവിടുത്തെ ആളായിട്ടുള്ള MM അക്ബറിൻ്റെ ആ സ്കൂളിൽ നിന്നുള്ള കുട്ടികളെ വരെ ഇറക്കി കൊടുത്തു. ഒരു കാര്യം ഓർക്കുക, ദിവസം 2 എന്ന നിലയിൽ മദ്രസ പീഡനങ്ങൾ അരങ്ങേറുന്ന ഈ കൊച്ചു സംസ്ഥാനത്ത് അതിനെതിരെ ഒരക്ഷരം പറയാൻ ഇവരാരും വെളിയിലിറങ്ങാറില്ല. ഈ ഹൈക്കോടതി ജഡ്ജി പോലും ഇറങ്ങാറില്ല. ആ സ്ഥാനത്ത് ബിഷപ്പിനെതിരെ ഇറങ്ങി, ഫ്രാങ്കോയ്ക്കെതിരെ ഇറങ്ങി. ഫ്രാങ്കോ ഒരു പുണ്യവളനാണ് എന്നൊന്നും ഞാൻ പറയില്ല. ഫ്രാങ്കോ പുണ്യവളനല്ലായിരിക്കും, നമ്മുടെ വിഷയമല്ലത്. അദ്ദേഹം ഒരു സ്ത്രീയെ അവരുടെ അനുവാദമില്ലാതെ ബലാത്സംഗം ചെയ്തിട്ടുണ്ടെങ്കിൽ, പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം കുറ്റകരമാണ്. പക്ഷേ അങ്ങനെയൊന്നും നടന്നിട്ടില്ല. ഫോണിലൂടെ ഉണ്ടായിരുന്നു. ചക്കരെ പഞ്ചാരെ ഉറങ്ങിയോ ഭക്ഷണം കഴിച്ചോ അതിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ചോദിക്കുകയൊക്കെ ചെയ്യും. മനുഷ്യനല്ലേ പുള്ളേ, ലോഹ ഇട്ടെന്ന് പറഞ്ഞ മനുഷ്യനല്ലാതെ. അതൊരു സാധാരണ ഒരു മനുഷ്യൻ്റെ കേവല വിചാരം. അതിനെ അടക്കുന്നവരുണ്ട്, അടക്കാത്തവരുണ്ട്. അങ്ങനെ പറ്റിപ്പോയതാണ്. പക്ഷേ അത് വെച്ചിട്ട് ഈ സഭയെ തന്നെ തകർക്കാൻ വേണ്ടിയിട്ട് അവർ പരമാവധി നോക്കി. എന്തായിരുന്നു ഉദ്ദേശം എന്ന് മനസ്സിലായല്ലോ. ഒരു സംഭവം. അടുത്ത സംഭവം മുനമ്പത്തെ വഖഫാണ്. ഈ മുനമ്പത്തിൽ വഖഫായി ഇരയാക്കപ്പെട്ട ജനവിഭാഗം ക്രിസ്ത്യാനികളാണ് എന്നെല്ലാവർക്കും അറിയാം. ഏതാണെന്ന് നോക്ക്, ലത്തീൻ വിഭാഗമാണ്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ? അതായത് കേരളത്തിൻ്റെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള കടൽത്തീരങ്ങളെല്ലാം ഈ ലത്തീൻ വിഭാഗത്തിൻ്റെ കയ്യിലാണ്. അത് തിരുവനന്തപുരം ആവട്ടെ, എറണാകുളം ആവട്ടെ, അവിടെയൊക്കെ ആലപ്പുഴയിലൊക്കെ അങ്ങനെയാണ്. ഇപ്പം തിരുവനന്തപുരത്താണെങ്കിൽ വിഴിഞ്ഞവും പൂന്തറയും വലിയതുറയും പിന്നെ അങ്ങോട്ട് കടക്കോട്ടത്ത് അങ്ങോട്ടുള്ള ഭാഗത്തുമൊക്കെ തുമ്പയും വേളിയും ആ ഭാഗത്തൊക്കെ ലത്തീൻ വിഭാഗമാണ്. അതുപോലെ തന്നെ എറണാകുളത്ത് ഹൈബീഡൻ്റെ വോട്ട് ബാങ്ക് അവരാണ്. അതുപോലെ തന്നെ ഒരു സ്ഥലമാണ് മുനമ്പം ഇവർക്ക് നേരത്തെ തന്നെ നോട്ടമുള്ള സ്ഥലമാണ്. അതായത് ഇസ്ലാമിസ്റ്റുകൾക്ക് കടൽത്തീരമാണല്ലോ. അപ്പോൾ അവിടെ ഇവരാണ് കണ്ണിലെ കരട്. പിന്നെ മതം മാറ്റത്തിനും ഇവർ തന്നെയാണ് വലിയ. അതായത് മറ്റ് ക്രിസ്ത്യാനികളൊന്നും ഇതുപോലെ മതം മാറ്റാനും അങ്ങനെ പ്രലോഭിപ്പിക്കാനും അരിപ്പടിയും മറ്റും കൊണ്ടൊന്നും നടക്കുന്നില്ല. ഇവരാണ് ഏറ്റവും കൂടുതൽ. അതായത് ഒരു വീട്ടിൽ തന്നെ 3-4 കുട്ടികൾ ഉണ്ടാക്കണം, ഒരെണ്ണത്തെ പള്ളിക്ക് കൊടുക്കണം, ഒരെണ്ണത്തെ ഇസ്രായേലിന് കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണ് ഇസ്രായേലിൽ ജോലിക്ക് വരാൻ. അങ്ങനെയൊക്കെ പരസ്യമായിട്ട് തന്നെ പള്ളിയിൽ ഇടയിലേഖനമൊക്കെ വായിക്കുന്ന ടീമാണ്.
കൂട്ടമായിട്ട് ജീവിക്കുന്നവരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ കൂട്ടമായിട്ട് എങ്ങനെയാണ് വോട്ട് ബാങ്കായിട്ട് നിൽക്കുന്നത് അതേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കൂട്ടരാണ് ഈ ലത്തീൻ കത്തോലിക്ക വിഭാഗം എന്ന്. അതായത് ഇതിനെപ്പറ്റി BJPയുടെ ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയോട് ചോദിച്ചാൽ കൃത്യമായിട്ട് വരും. കാരണം അവർ തോക്കുന്ന എല്ലാ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോക്കുന്നതിൻ്റെ പ്രധാന കാര്യം ഈ ഒരു കൂട്ടരുടെ വോട്ടാണ്. അവസാനം വരെ അവർ ലീഡ് ചെയ്യും. അവസാനത്തെ കുറേ സ്ഥലം വരുമ്പോഴേക്കും ഇവരുടെ എൻ ബ്ലോക്ക് ആയിട്ടുള്ള വോട്ട് വന്ന് മറിഞ്ഞ് കോൺഗ്രസ് ജയിക്കുക, തരൂർ ജയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ഈ കൂട്ടരെ മുനമ്പത്തും ആരായിരുന്നു പ്രശ്നം ഉണ്ടാക്കിയെന്ന് നോക്കുക. ഇസ്ലാമിസ്റ്റുകൾ തന്നെയാണ് അവിടെയും പ്രശ്നം ഉണ്ടാക്കിയത്. പക്ഷേ അതിൽ നിന്നൊക്കെ ഇപ്പം കേന്ദ്രം നിയമം മാറി പാർലമെൻറ്റിൽ ബില്ലൊക്കെ പാസ്സാക്കി, അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു നിന്നു. പക്ഷേ ഇതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല. ഏറ്റവും ഒടുവിലായിട്ട് പള്ളുരുത്തിയിലെ സെൻറ്റ് റീത്ത സ്കൂൾ, ആ സ്കൂൾ ആരുടെ ആണെന്ന് ഒന്ന് നോക്കുക. അതും ലത്തീൻ വിഭാഗത്തിൻ്റെ സ്കൂളാണ്. അപ്പോൾ നിരന്തരമായിട്ട് ഒരു കൂട്ടരെ തന്നെ ചില ആളുകൾ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗങ്ങൾ എങ്ങനെയാണോ വോട്ട് ബാങ്കായിട്ട് നിൽക്കുന്നത് അതേപോലെ വോട്ട് ബാങ്കായിട്ട് നിൽക്കാൻ ശക്തിയുള്ളൊരു കൂട്ടർ ക്രിസ്ത്യാനികളിൽ ലത്തീൻ വിഭാഗം മാത്രമാണ്. മറ്റാർക്കും ആ ഒരു ശക്തിയില്ല. ഇപ്പോൾ നായർക്കോ ഈഴവനോ ഹിന്ദുക്കളിൽ അങ്ങനെ ആർക്കും അങ്ങനെ ഒരു ശക്തിയില്ല. കൂട്ടമായിട്ട് താമസിക്കുന്ന ഒരു പള്ളിയിൽ മണിയടിച്ചാൽ അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ അനുസരിക്കുന്ന, വളരെ അപൂർവമായിട്ട് മാത്രമല്ല എതിർസ്വരം ഉന്നയിക്കും. നേരെ മറിച്ചു RC റോമൻ കത്തോലിക്ക ആവട്ടെ അല്ലെങ്കിൽ ഓർത്തഡോക്സ് വേറെ ആവട്ടെ യാക്കോബായിട്ട് അവിടെയൊക്കെ ചിലപ്പോൾ പള്ളിയിൽ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇരുന്നുകൊണ്ട് തന്നെ മറ്റു കുഞ്ഞാൽ അച്ഛൻ്റെ കാര്യം നോക്ക്, അച്ഛൻ പള്ളിയിലെ കാര്യം നോക്കിയാൽ മതി, രാഷ്ട്രത്തിലൊന്നും ഇടപെടണ്ട എന്നവർ പറയും. പക്ഷേ ഇവിടുത്തെ പള്ളിയിലച്ഛന് ബിഷപ്പ് പറഞ്ഞാൽ 99% ആളുകളും അതിനപ്പുറം അവർക്ക് ബാക്കിയില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു കൂട്ടരാണ് അവർ. അപ്പോൾ അവർ ആർക്കാണ് ശരിക്കും ഒരു മാർഗ്ഗ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ പല കാരണങ്ങൾ കൊണ്ട്. ഈ മതം മാറ്റത്തിന് ഒരു ഭീഷണിയാണ്. അതേപോലെ തന്നെ തീരപ്രദേശങ്ങളിൽ അവർക്ക് പിടിമുറുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം ഇങ്ങനെയാണ്. അതായത് മറ്റേതെങ്കിലും വിഭാഗത്തിനെ ഒക്കെ ഒരു സ്ഥലത്തുനിന്ന് ഓടിച്ചു വിടാൻ വലിയ എളുപ്പമാണ്. അവിടേക്ക് പതുക്കെ കുറച്ച് സ്ഥലങ്ങൾ വാങ്ങി 3-4 വീടായി കടയൊക്കെ ആയിട്ട് ഇങ്ങനെ പടർന്നു കയറാം. പക്ഷേ ഇവർ താമസിക്കുന്നിടത്തോട്ട് വലിയ പാടാണ്, പടർന്നു കയറുക വലിയ പാടാണ്. അപ്പോൾ പിന്നെ ഇത്തരം ചില കാര്യങ്ങളിലൂടെ ഈ സമുദായത്തെ തന്നെ താറടിച്ച് സമൂഹത്തിൽ ഒറ്റപ്പെടുത്താനുള്ള ഒരു പ്ലാനിൻ്റെ പദ്ധതി അവർ വിജയകരമായി നടപ്പാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോഴും ഫ്രാങ്കോയുടെ കേസിൽ ഫ്രാങ്കോ തെറ്റുകാരനാണ് എന്നൊക്കെ പറഞ്ഞ് ഫ്രാങ്കോ ലത്തീൻ സഭക്കാരനാണ്. ലത്തീൻ സഭക്കാരനല്ല, അദ്ദേഹം സീറോ മലബാറായിരുന്നു. പിന്നെ ലത്തീൻ സഭയിലേക്ക് കൊടുത്തു, അവിടുത്തെ ബിഷപ്പായിരുന്നു. പക്ഷേ അതിന് തെറി കേട്ടത് അങ്ങ് സുറിയാനി വരെ കേട്ടു. ഏത് ക്രിസ്ത്യൻ നാമധാരിയും ഇതിൻ്റെ പേരിൽ ഫ്രാങ്കോ എന്നുള്ള തെറി കേട്ടു. അതേപോലെ തന്നെ ഈ മുനമ്പം വിഷയത്തിലും എല്ലാ ക്രിസ്ത്യാനികളും ചില കൂട്ടർക്ക് പ്രതിസ്ഥാനത്തായി. ഇപ്പോൾ ഈ സെൻറ്റ് റീത്ത സ്കൂളിൻ്റെ കേസിലും അത് ലത്തീൻ വിഭാഗത്തിൻ്റെ ആണെങ്കിലും അതിൻ്റെ പേരിലും പഴി കേട്ടതും അല്ലെങ്കിൽ പ്രതിരോധിക്കേണ്ടി വന്നതും സുറിയാനിക്ക് വരെ പ്രതിരോധിക്കേണ്ടി വന്നു. പിന്നെ ഇപ്പോൾ ഈ നമ്മൾ കണ്ട ഈ 3-4 കേസിൽ എല്ലാം ഒരു പ്രത്യേക കൂട്ടരെ. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. തുറമുഖത്തിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ സമരവും പോലീസ് സ്റ്റേഷൻ കത്തിച്ചൊക്കെ ഉണ്ട്. അതിലൊരു വിഭാഗമുണ്ട്, അതിലേക്ക് നുഴഞ്ഞു കയറിയ വേറൊരു വിഭാഗം കൂടിയുണ്ട്, അവരെ സഹായിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ എല്ലാം ആഭ്യന്തരമായിട്ടും അല്ലാതെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഏത് ടീമാണ് എന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ 4 ഉദാഹരണങ്ങൾ പറഞ്ഞു. നിരന്തരമായിട്ടൊരു പ്രത്യേക കൂട്ടരെ, ക്രിസ്ത്യാനികളെ തന്നെ ഒരു പ്രത്യേക കൂട്ടരെ ആരൊക്കെയോ ചേർന്ന് ലക്ഷ്യം വെക്കുന്നതായിട്ട് നമുക്കിതിൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഒരർത്ഥത്തിൽ ഈ സുഡാപ്പുകൾ ചെയ്യുന്നത് ആന മണ്ടത്തരമാണ്. കാരണം BJPക്ക് ഒരിക്കലും കടന്നു കയറാൻ പറ്റാത്തൊരു വോട്ട് ബാങ്ക് മേഖലയായിരുന്നു ലത്തീൻ കത്തോലിക്കരുടെ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ എന്ത് വന്നാലും BJPക്ക് വോട്ട് കൊടുക്കില്ല എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്ന വ്യക്തികളും കൂട്ടരുമാണ്. അവിടേക്കാണ് എന്ന് വെച്ചാൽ അതും അടപടലം BJPക്ക് കിട്ടുമെന്നില്ല, പക്ഷേ അവിടേക്കൊരു പ്രവേശനം സാധ്യമായിരിക്കുകയാണ് BJPക്ക്. ഇപ്പം 100 പേരുണ്ടെങ്കിൽ 5-6 വോട്ടെങ്കിലും കിട്ടും എന്നൊരു പരുവത്തിലായിട്ടുണ്ട്. നേരത്തെ ഒരെണ്ണം പോലും കിട്ടാത്ത സ്ഥലമായിരുന്നു എന്ന് പറയണം. കാരണം ഇത്തരം വിഷയങ്ങളൊക്കെ വന്നപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ BJP അല്ലാതെ ഫ്രാങ്കോയുടെ കേസിൽ ഒഴിച്ച്, ഫ്രാങ്കോയുടെ കേസിൽ ഇപ്പോഴും ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ട്, പക്ഷേ ഫ്രാങ്കോയുടെ കേസിൽ ഒഴിച്ച് ബാക്കി കേസിലെല്ലാം BJP അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവമായിട്ടുള്ള ഒരു ചിന്താഗതി അവരിലേക്ക് വന്നിട്ടുണ്ട്. BJPക്ക് ഒരിക്കലും കടന്നു കയറാൻ പറ്റാത്ത വോട്ട് ബാങ്കിലേക്ക് ഒരു പ്രവേശനം സാധ്യമാക്കി കൊടുത്തു യഥാർത്ഥത്തിൽ ഈ സുഡാപ്പികൾ. അങ്ങനെ നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി മാത്രമല്ല കേരളത്തിലെ സുഡാപ്പികളും BJPയുടെ ഐശ്വര്യം തന്നെയാണ്.